ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജുപോൾ. മക്കളെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എജുപോളിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ പരീക്ഷയ്ക്ക് നിങ്ങൾക്കറിയാം, ഓണപരീക്ഷയായിട്ട് പല രീതിയിൽ നിങ്ങൾക്ക് നടത്തുന്നുണ്ട്. സ്കൂളിൽ ഒരുപാട് ദിവസം പല ദിവസങ്ങളിലായിരിക്കും നിങ്ങൾ ടൈം ടേബിളൊക്കെ ഉണ്ടാവുക. അപ്പോൾ എന്തായാലും പരീക്ഷയൊക്കെ തുടങ്ങിയല്ലോ. അപ്പോൾ നിങ്ങൾ എന്തായാലും വൃത്തിയായിട്ട് പഠിച്ചേക്കേണ്ട ഒരു ടോപ്പിക്കാണ് നിങ്ങളുടെ ഇന്ത്യൻ എക്കോണമി. നിങ്ങൾക്ക് എക്കണോമിക്സ് 2 ബുക്കാണ് നിങ്ങൾക്കറിയാം. അതിലൊന്നാണ് ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത്. അവിടെ നിന്ന് 4 മാർക്കിൻ്റെ ഒരു ചോദ്യമായാലോ, ആ ഒരു ചോദ്യമാണ് ഞാനവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കോളൂ, 4 മാർക്കിന് നിങ്ങളുടെ ഓണപരീക്ഷയ്ക്ക് വരാൻ പോകുന്ന ഒരു ചോദ്യം ഉണ്ടോ. നോക്കിക്കോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഈ പറഞ്ഞ ഇന്ത്യൻ എക്കോണമിയിലെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 5 ഇയർ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 5 ഇയർ പ്ലാൻ എന്താണെന്നല്ല ചോദിക്കുക, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ചോദിക്കുക. പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ് ചോദിക്കുക. ലക്ഷ്യങ്ങളാണ് നമുക്ക് പല രീതിയിലും ലക്ഷ്യങ്ങൾ എഴുതാൻ പറ്റും. പക്ഷേ കോമൺ ആയിട്ട് പറഞ്ഞിട്ടുള്ള മെയിനായിട്ടൊരു 4 ലക്ഷ്യങ്ങളുണ്ട്. ആ 4 ലക്ഷ്യങ്ങൾ നമ്മൾ ചുരുക്കിയിട്ട് എന്താ പറയാറുള്ളത്, ജംസ് എന്ന് പഠിക്കാനാണ് ഞാൻ എൻ്റെ കുട്ടികളോട് പറയാറുള്ളത്. ഓക്കെ, ജംസ് എന്ന് പറയാം. ജംസ് മിഠായി എല്ലാവരും പറയുന്ന സംഗതിയാണ് അല്ലേ. ഇതിലെ ജംസ് എന്ന് പറഞ്ഞാൽ G ഫോർ ഗ്രോത്ത്. എന്ത് ഗ്രോത്താണ്? സാമ്പത്തിക വളർച്ചയാണ് കേട്ടോ, സാമ്പത്തിക വളർച്ചയാണ്. ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വിറ്റിയാണ്. ഇക്വാലിറ്റി എന്ന് പറയരുത്, ഇക്വിറ്റിയും ഇക്വാലിറ്റിയും രണ്ടും രണ്ടാണ്. ആൻഡ് എം എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡേണൈസേഷൻ. മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ആധുനികവൽക്കരണം അല്ലേ, മോഡേണൈസേഷൻ എന്ന് പറയാം. ആൻഡ് ലാസ്റ്റ് വൺ എസ് എന്ന് പറഞ്ഞാൽ സെൽഫ് റിലയൻസ്. സെൽഫ് റിലയൻസ് പറഞ്ഞാൽ സ്വയം പര്യാപ്തത. ഈ 4 വെച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്, പരീക്ഷയ്ക്ക് ചോദ്യം മാറി മാറി വരാറുണ്ട്. അപ്പോൾ 4 മാർക്കിനുള്ള ഈ ചോദ്യം എങ്ങനെ ആൻസർ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഈ 4 ലക്ഷ്യങ്ങൾ ഉണ്ടാവുക. എന്താണത്? ജംസ്. ഓക്കെ, ജംസ് ആണെന്നുള്ള കാര്യം ഓർത്തുക. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഗോൾസ് ഓഫ് 5 ഇയർ പ്ലാൻ നമ്മൾ പറഞ്ഞു വെച്ചതാണ്. ഫസ്റ്റ് വൺ വളർച്ച. എന്ത് വളർച്ച? സാമ്പത്തിക വളർച്ച വരുന്നുണ്ട്. ദെൻ മോഡേണൈസേഷൻ, ആധുനികവൽക്കരണം. ആൻഡ് സെൽഫ് റിലയൻസ്, ഇക്വിറ്റി അഥവാ സമത്വം. ഓക്കെ, ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ തുല്യതയാണ്, ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ സമത്വമാണ്. നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറഞ്ഞിരിക്കുന്ന ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? സാമ്പത്തിക വളർച്ച എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഉദ്ദേശിച്ച കാര്യം ഇൻക്രീസിങ് ദ കൺട്രീസ് കപ്പാസിറ്റി ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നുണ്ട് അല്ലേ, ഗുഡ്സ് ആൻഡ് സർവീസസ്. സിമ്പിളായിട്ട് പറഞ്ഞു തരാം. നമ്മുടെ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ, സാമ്പത്തിക വളർച്ച എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക, നമ്മുടെ രാജ്യത്തെ ദേശീയ വരുമാനം വർദ്ധിക്കുക. എന്താ പറഞ്ഞത്? നമ്മുടെ രാജ്യത്തെ ദേശീയ വരുമാനം വർദ്ധിക്കുക, അല്ലെങ്കിൽ ഇൻക്രീസിങ് നാഷണൽ ഇൻകം. ഓക്കെ, അത് തന്നെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഇൻക്രീസിങ് നാഷണൽ ഇൻകത്തിനെയാണ് നമ്മൾ ഈ പറഞ്ഞ GDP ഗ്രോത്ത് എന്ന് പറയാറുള്ളത്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചേണ്ട കാര്യം പറഞ്ഞത് ഈ പറഞ്ഞ ഇൻക്രീസിങ് നാഷണൽ ഇൻകം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ലക്ഷ്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയേക്കുക. നെക്സ്റ്റ് നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആധുനികവൽക്കരണം. 2ാമത്തെ ലക്ഷ്യമാണ് ഈ പറഞ്ഞത്. 2ാമത്തെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, എന്താണ് ഈ ആധുനികവൽക്കരണം? അതാണ് നമുക്ക് നോക്കാനുള്ളത്. ആധുനികവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലൊക്കെ പണ്ടൊക്കെ അരിയൊക്കെ പൊടിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഉലക്കാന്ന് പറഞ്ഞ സാധനമുണ്ട്, അല്ലെങ്കിൽ ഒലക്കാന്ന് പറയും. ഈ പറഞ്ഞ സാധനത്തിലിട്ട് അരിയാണ് പൊടിച്ചെടുക്കാറുള്ളത്, നെല്ല് കുത്താനൊക്കെ അത് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ലേ. ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ മിക്സർ ഗ്രൈൻഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ചെയ്യും, നമുക്ക് പൊടിക്കാനുള്ളത് മരക്കാനുള്ളതൊക്കെ നമ്മൾ പെട്ടെന്ന് അതിലിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത് അല്ലേ. അപ്പോൾ ഇതെന്താ സംഭവിച്ചത്, നമ്മുടെ വീട്ടിലെ കാര്യം ഒന്ന് മോഡേണൈസ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആധുനികവൽക്കരിച്ചു. അപ്പോൾ പണ്ടുണ്ടായിരുന്ന ടെക്നോളജിക്ക് പകരം പുതിയ ടെക്നോളജി നമ്മൾ കൊണ്ടുവരുന്നതിനാണ് എന്ത് പറയാം, ഈ പറഞ്ഞ മോഡേണൈസേഷൻ എന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആധുനികവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡോപ്ഷൻ ഓഫ് ന്യൂ ടെക്നോളജി, അല്ലെങ്കിൽ പുതിയ സാങ്കേതിക വിദ്യകൾ നമ്മൾ സ്വീകരിക്കുക അല്ലേ. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് കേസ് നമ്മൾ പറയാറുണ്ട്, നമ്മുടെ ഇപ്പോൾ നാട്ടിലൊക്കെ അധികം ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവമാണ് എന്ത് പറയുന്നത്, എയർ ഫ്രയർ. പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും ഫ്രൈ ചെയ്യണമെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഓയിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യുക. ഇപ്പോൾ അതൊന്നും വേണ്ട, ഇലക്ട്രിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞിരിക്കുന്ന എയർ ഫ്രയർ നമുക്ക് ചെയ്യാൻ പറ്റും. പ്രൊമോ പറഞ്ഞൊന്നുമല്ല, ജസ്റ്റ് ടെക്നോളജി പുതിയ വന്നപ്പോൾ അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പുതിയ ടെക്നോളജി വരുന്നതിനെ അഡോപ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുക, ഈ പറഞ്ഞ മോഡേണൈസേഷൻ, അല്ലെങ്കിൽ അഡോപ്ഷൻ ഓഫ് ന്യൂ ടെക്നോളജി ഈസ് കോൾഡ് മോഡേണൈസേഷൻ. ഓക്കെ, സിമ്പിളായിട്ട് നിങ്ങളത് മനസ്സിലാക്കാം. അപ്പോൾ പുതിയ സാങ്കേതിക വിദ്യ നമ്മൾ സ്വീകരിക്കുന്നത് നമുക്ക് എന്താ പറയാം, മോഡേണൈസേഷൻ എന്ന് പറയാം. എന്നാൽ അത് മാത്രമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, നമ്മുടെ സോഷ്യൽ ഔട്ട്ലുക്കിൽ വരുന്ന ചേഞ്ച്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ സാമൂഹിക കാഴ്ചപ്പാടിൽ വരുന്ന മാറ്റം. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ഈ താടി വളർത്തി നടക്കുന്നവരൊക്കെ കഞ്ചാവാണെന്നും താടി മുടി വളർത്തിയവരൊക്കെ കഞ്ചാവാണെന്ന് പണ്ടൊട്ടേ പറയുന്നതാണ് അല്ലേ. അതേപോലെ നമ്മൾ കുറച്ച് ഫാഷനായിട്ട് നടക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആൾക്കാർ പറയും, ഓ അവൻ വലിയ പരിഷ്കാരം ജാടയാണെന്നൊക്കെ പറയും. ഇതൊക്കെ പണ്ടുള്ള ആൾക്കാരുടെ ചിന്താഗതി ആയിരുന്നല്ലേ. അതേപോലെ പണ്ടത്തെ ഒരുപാട് സിനിമ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആളുകൾക്ക് തമാശ എങ്ങനെ പറയാം, മറ്റൊരാളെ കളിയാക്കി വേണ്ട അല്ലേ, നൂൽക്കമ്പി പോലെ നിൽക്കുന്നത്, അല്ലെങ്കിൽ കോല് പോലെ നിൽക്കുന്നത്, അല്ലെങ്കിൽ എന്താ മുള പോലെ നിൽക്കുന്നതൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ബോഡി ഷേമിംഗ് ഒക്കെ ചെയ്യുന്ന രീതിയായിരുന്നു. അതൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്താ കാരണം? ഇപ്പോൾ അത് മാറി. കാരണം നമ്മുടെ സാമൂഹിക കാഴ്ചപ്പാട് മാറില്ലേ. പണ്ടത്തെ പോലെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കളിയാക്കുന്നില്ല. ഇങ്ങനെ ഒരാളുടെ ബോഡി ഷേമിങ് കുള്ളനെന്നോ തടിയനെന്നോ അല്ലെങ്കിൽ പൊക്കം കുറഞ്ഞവനെന്നോ എലുമ്പനെന്നോ ഒന്നും വിളിച്ച് കളിയാക്കുന്നില്ല. നമുക്കതറിയാം, അതൊരു മോശപ്പെട്ട കാര്യമാണെന്ന് അറിയാം. അതേപോലെ പണ്ടൊക്കെ നിറത്തിൻ്റെ പേരിലല്ലേ, കറുപ്പ അല്ലെങ്കിൽ കറുത്തവനെ, കരിക്കട്ടയെ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ കളിയാക്കാറുണ്ട്. അതേപോലെ പേപ്പർ, അങ്ങനെ പല രീതിയിലും കളിയാക്കാറുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നമുക്ക് എന്ത് ചെയ്തു, സോഷ്യൽ ഔട്ട്ലുക്ക് നിന്ന് മാറിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ സാമൂഹിക ചുറ്റുപാടിലുണ്ടാകുന്ന ഈ കാഴ്ചപ്പാടിലുണ്ടാകുന്ന മാറ്റത്തിന് നമുക്ക് എന്ത് പറയാം, മോഡേണൈസേഷൻ എന്ന് പറയാം. ഉദാഹരണം പറയുകയാണെങ്കിൽ പണ്ടത്തെ കാലത്തൊക്കെ സ്ത്രീകൾ എന്ത് ചെയ്യില്ല,
പഠിക്കാൻ അനുവാദം കൊടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ എന്താണ്, അനുവാദം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ആർക്കും ഇവിടെ ഇന്ത്യയിൽ ആർക്കും എവിടെ വേണമെങ്കിലും എവിടെ പോയിട്ട് പഠിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അല്ലേ. അപ്പോൾ പണ്ട് കാലത്ത് എന്തുണ്ടായിരുന്ന, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് അങ്ങനെയാണോ? അല്ല. ഔട്ട്ലുക്ക് മാറില്ലേ, നമ്മുടെ സോഷ്യൽ ഔട്ട്ലുക്ക് മാറി, അഥവാ സാമൂഹിക കാഴ്ചപ്പാട് മാറേണ്ട. അപ്പോൾ സാമൂഹിക കാഴ്ചപ്പാടിലെ മാറ്റത്തെ എന്ത് പറയാം, മോഡേണൈസേഷൻ എന്ന് പറയാം. ഇനി മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞാൽ സെൽഫ് റിലയൻസ് അഥവാ സ്വയം പര്യാപ്തം. എന്താ സ്വയം പര്യാപ്തം എന്ന് പറയാം? ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മുടെ കുളിപ്പിക്കാൻ, നമ്മുടെ ഭക്ഷണം കഴിപ്പിക്കാൻ, നമുക്ക് വസ്ത്രം മാറ്റി തരാനൊക്കെ നമുക്ക് ഒരാൾ വേണം അല്ലേ. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കേട്ടോ അതൊക്കെ. എന്നാൽ നേരെ മറിച്ച് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ സ്വന്തമായിട്ട് കുളിക്കുക, സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കുകയും സ്വന്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ വസ്ത്രമാരൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പര്യാപ്തരായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം പര്യാപ്തത കൈവരിച്ചു. അതായത് നമ്മുടെ രാജ്യത്ത് എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് വേണം അതൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് തന്നെ കഴിയണം. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ നിങ്ങൾക്കറിയാം, വിമാനങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുകയാണ് ചെയ്യാറുള്ളത്. അതുപോലെ മികച്ച വാഹനങ്ങൾ വിദേശ രാജ്യങ്ങൾ ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. അതുപോലെ മികച്ച ഫോണുകൾ വിദേശ രാജ്യത്ത് നിന്ന് കൊണ്ടുവരികയാണ് ചെയ്യാറുള്ളത്. നമ്മൾ ഉപയോഗിക്കുന്ന സാംസങ് ഇന്ത്യൻ ഫോണല്ല, ഓപ്പോ ഇന്ത്യൻ ഫോണല്ല, റിയൽമി ഇന്ത്യൻ ഫോണല്ല, ഇനി ഐഫോൺ പോലും എന്തല്ല ഇന്ത്യൻ ഫോണുകളല്ലേ. അപ്പോൾ ഇതൊക്കെ വിദേശ രാജ്യത്ത് നിന്ന് കൊണ്ടുവരല്ലേ. പകരം എന്ത് ചെയ്യുക, നമുക്ക് വേണ്ട നല്ല സ്മാർട്ട് ഫോണുകൾ ഇവിടെ ഉണ്ടാക്കാം, നല്ല വാഹനങ്ങൾ ഇവിടെ ഉണ്ടാക്കാം, നല്ല വിമാനങ്ങൾ നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കാം. അങ്ങനെ ഒരു രാജ്യം എല്ലാ കാര്യത്തിനും അവർക്ക് വേണ്ടത് എന്തൊക്കെയാണോ അതൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ സ്വയം പര്യാപ്തത നേടുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യം കൈവരിച്ചു എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താ സംഗതി പറഞ്ഞത്, ഇറ്റ് മീൻസ് ബീങ് സെൽഫ് ഡിപ്പെൻഡൻറ്റ്, മറ്റാരെയും ആശ്രയിക്കാതെ സ്വന്തം വേണ്ടത് എന്താണോ അതെല്ലാം സ്വയം ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവിനാണ് സെൽഫ് റിലയൻസ് പറഞ്ഞത്. സെൽഫ് ഡിപ്പെൻഡൻറ്റ് ഓൺ ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് വി റിക്വയർഡ് ഇൻ അവർ കൺട്രി. നമ്മുടെ രാജ്യത്ത് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന എല്ലാ സാധന സേവനങ്ങളും നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ഈ പറയുന്ന സെൽഫ് റിലയൻസ്. അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നമുക്ക് ആവശ്യമായ എല്ലാ ചരക്കുകളും സേവനങ്ങളും സ്വന്തം ആശ്രയിക്കുന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വന്തം ആശ്രയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ഉൽപ്പാദനം. ഓക്കെ, എന്ത് ചെയ്യുക, നമ്മൾ സ്വന്തം ഉൽപ്പാദനം നടത്തിയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയേ, വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു പോയിന്റാണിത്. നെക്സ്റ്റ് നാലാമത്തെ അവസാനമായിട്ടുള്ള ലക്ഷ്യം പറഞ്ഞാൽ ഇക്വിറ്റി എന്ന് വെച്ചാൽ സമത്വം. എന്താണ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ? സമത്വം അതേപോലെ തുല്യത രണ്ടാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം, ജസ്റ്റ് നോക്കിയാൽ ഈ പറഞ്ഞ ഇക്വിറ്റി ആൻഡ് ഈക്വാലിറ്റി. ഓക്കെ, ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു തുല്യതയാണെന്ന് പറഞ്ഞു, ആൻഡ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ സമത്വമാണെന്ന് പറഞ്ഞു. രണ്ടും രണ്ട് കോൺസെപ്റ്റ് ആണെന്ന കാര്യം നിങ്ങൾ ഓൾറെഡി പൊളിറ്റിക്സിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, പൊളിറ്റിക്കൽ സയൻസിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, തുല്യതയാണ് അല്ലേ, തുല്യതയാണ്. എന്നാൽ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, സമത്വമാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഓക്കെ, നമ്മുടെ വീട്ടിൽ 3 മക്കളുണ്ടെന്ന് വിചാരിക്കുക, ഞാനും നിങ്ങളും പിന്നെ ഒരാളും കൂടി നമ്മുടെ വീട്ടിലാണെന്ന് വിചാരിക്കുക, നമ്മൾ 3 പേരുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അമ്മ വീട്ടിൽ ഒരു ഫുഡ് ഉണ്ടായി കഴിഞ്ഞാൽ അത് 3 പേർ കൂടി എങ്ങനെ ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഒരുപോലെയാണ് ഷെയർ ചെയ്ത് തരും അല്ലേ, എല്ലാവർക്കും ഒരുപോലെ. എനിക്ക് ഒരു പ്ലേറ്റിൽ, നിങ്ങൾക്കും അതേപോലത്തെ പ്ലേറ്റിൽ, അത് മൂന്നാമത്തെ ആൾക്കും എന്ത് ചെയ്യും, അതേപോലത്തെ പ്ലേറ്റിലാണ് തരിക. ഇനിയിപ്പോൾ നമുക്ക് പായസമാണ് തരുന്നത് പോലും എന്ത് ചെയ്യും, കൃത്യമായിട്ട് ഓരോ തവിയിൽ കൃത്യമായിട്ട് അളന്നുകൊണ്ട്, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പോരാളിയായിട്ടുള്ള അമ്മയല്ലാതെ മറ്റാരുമില്ല എന്ന് പറഞ്ഞ പോലെ അമ്മ കൃത്യമായിട്ട് അത് ചെയ്തു തരും അല്ലേ. അമ്മ അവിടെ ചെയ്യുന്ന കാര്യം എന്താ, അമ്മ അവിടെ ചെയ്യുന്ന കാര്യമാണ് തുല്യത. അതായത് എല്ലാവർക്കും എല്ലാം ഒരേപോലെ കൊടുക്കുന്നു, എല്ലാവർക്കും ഒരേപോലെ കൊടുക്കുന്നതിനാണ് തുല്യത എന്ന് പറഞ്ഞത്. എന്നാൽ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പോൾ ഉദാഹരണം ജസ്റ്റ് നിങ്ങൾ നോക്കാം, ഇപ്പോൾ ഞാൻ, നിങ്ങൾ, മറ്റൊരാൾ, 3 പേരുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ 3 പേരിൽ എന്ന് പറയുമ്പം ഇപ്പം ഒരാൾക്ക് നന്നായിട്ട് പഠിക്കാൻ കഴിയും, ഒരാൾ ആവറേജ് ആണ്, ഒരാൾ പഠിക്കാൻ വളരെ മോശമാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം അമ്മ 3 പേർക്കും ഒരേപോലെ എല്ലാവർക്കും അരമണിക്കൂർ വെച്ചാണ് അമ്മ പഠിപ്പിക്കേണ്ടത്, അല്ലെ അമ്മ അവർക്ക് വേണ്ടിയിട്ട് ഒരേപോലെയാണോ കെയർ ചെയ്യേണ്ടത്? അല്ല. എന്താണ്, ഏറ്റവും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്ക് എന്ത് ചെയ്യണം, കൂടുതലായിട്ട് സപ്പോർട്ട് കൊടുക്കണം അല്ലേ, അവനെ പഠിപ്പിക്കാനുള്ള വഴികൾ നോക്കണം, അവന് പഠിപ്പിക്കാനുള്ള എങ്ങനെയാണോ അവന് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്ന വെച്ചാൽ ആ രീതിയിൽ പറഞ്ഞു കൊടുക്കണം അല്ലേ. എന്നാൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന ആൾക്ക് എന്ത് ചെയ്യുക, കുറച്ച് സമയം കൊണ്ട് പറഞ്ഞു കൊടുത്താൽ മതി, അയാൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കുള്ളേ. അപ്പോൾ എന്താണ് അമ്മ അവിടെ ചെയ്യുന്നത്, 3 പേര് 3 അവസ്ഥയിലേക്ക് നിൽക്കുന്നത്. അതായത് നമ്മുടെ ഈ 3 പേരിൽ പോലെയാണല്ലേ, ഈ 3 പേരിൽ പോലെ 3 പേരും 3 ലെവലിലാണ് നിൽക്കുന്നത്. അതിനെല്ലാത്തിനെയും തുല്യമായിട്ട് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന മാർഗ്ഗത്തിനാണ് എന്ത് പറയുന്നത്, ഇക്വിറ്റി എന്ന് പറയുക, സമത്വം എന്ന് പറയുക. അതായത് എല്ലാവർക്കും ഒരുപോലെയല്ല, ഓരോരുത്തർക്കും എന്താണോ ആവശ്യമുള്ളത് അത് കൃത്യമായിട്ട് കൊടുക്കുന്നതിനാണ് എന്ത് പറയുക, ഈ പറഞ്ഞ ഇക്വിറ്റി അല്ലെങ്കിൽ സമത്വം എന്ന് പറയാറുള്ളത്. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, ഇക്വാലിറ്റിയേക്കാൾ ഏറ്റവും നല്ലൊരു കോൺസെപ്റ്റ് ഇക്വിറ്റി അല്ലേ, നമുക്ക് പലപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തിനും കൂടി ഈ കാര്യം കൊണ്ടുവരാൻ നോക്കുക. എന്താണോ ഒരാൾക്ക് ആവശ്യമുള്ളത് അത് കൃത്യമായിട്ട് കൊടുക്കുക, അല്ലാതെ എല്ലാവർക്കും കൊടുക്കുന്ന പോലെ എല്ലാവർക്കും കൊടുക്കാൻ നിൽക്കരുത്. ഒരാൾക്ക് എന്താണ് ആവശ്യമുള്ളത് അത് കൃത്യമായിട്ട് കൊടുക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇനി നോക്കി നിങ്ങളുടെ every Indian should be able to meet his or her basic needs. ഓക്കെ, അതായത് എല്ലാ ഇന്ത്യക്കാർക്കും എന്ത് ചെയ്യണം, അവർക്ക് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ, എന്താ പറഞ്ഞത്, ബേസിക് നീഡ്സ് എന്നാണ് പറഞ്ഞത്. ഈ ബേസിക് നീഡ്സ് എന്ന് പറഞ്ഞാൽ തന്നെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറയുമ്പം എല്ലാവർക്കും ഭക്ഷണം വേണം, വസ്ത്രം വേണം, പാർപ്പിടം വേണം, അതുപോലെ വിദ്യാഭ്യാസം വേണം, ആരോഗ്യം വേണം.
ഈ പറഞ്ഞ 5 കാര്യങ്ങൾ എല്ലാ ഇന്ത്യക്കാർക്കും കിട്ടണം, അല്ലെങ്കിൽ എല്ലാവർക്കും കിട്ടണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈക്വിറ്റി എന്ന് പറയുന്നത് അല്ലേ. അല്ലാതെ പണമുള്ളവന് മാത്രം വിദ്യാഭ്യാസവും ആരോഗ്യം ഉണ്ടായാൽ പോരാ, പണമുള്ളവന് മാത്രം ഈ പറഞ്ഞ പാർപ്പിടവും ഭക്ഷണം ഉണ്ടായാൽ പോരാ, എല്ലാവർക്കും ഉണ്ടാകണം അല്ലേ. അപ്പോൾ ആളുകൾ തമ്മിലുള്ള അന്തരം കുറയ്ക്കുക എന്നാണ് ഇവിടെ ലക്ഷ്യമാക്കുന്നത്. ഇവിടെ മെയിനായിട്ട് പറഞ്ഞിട്ട് ഫുഡ്, ഡീസൻറ്റ് ഹൗസ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞിട്ട് അല്ലേ. ഈ ഡീസൻറ്റ് ഹൗസ് എന്ന് പറയുന്നത് എന്താ പറയുക, മാന്യമായ വീട് പറഞ്ഞു കഴിഞ്ഞാൽ വീട് പലതരത്തിലുണ്ട്. നിങ്ങളുണ്ടാവും ഓല മേഞ്ഞ വീടുകളുണ്ടാവും, അതേപോലെ പൊളിഞ്ഞ് വീഴാനായിട്ടുള്ള വെറും ഷീറ്റ് കൊണ്ടോ പുല്ലുകൊണ്ട് മേഞ്ഞ വീടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറിയിട്ട് ഒരു അടച്ചുറപ്പുള്ള വീട്, അതാണ് ഡീസൻറ്റ് ഹൗസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. വിദ്യാഭ്യാസം ആരോഗ്യം എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യണം, അതുപോലെ ഭക്ഷണം ഉണ്ടായിരിക്കും. ഇതിനെയാണ് നമ്മൾ പറഞ്ഞത് ഈക്വിറ്റി എന്ന് പറഞ്ഞത്. അഥവാ ഇനീക്വാളിറ്റി ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ഷുഡ് ബി റെഡ്യൂസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാടില്ല, നമ്മുടെ രാജ്യത്ത് റിച്ച് അതേപോലെ പുവർ, പാവപ്പെട്ടവരും പണക്കാരും, ഇങ്ങനൊരു വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. എല്ലാവരും ഒരേപോലെ ആയിരിക്കണം. എല്ലാവർക്കും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും അവരുടെ അത്യാവശ്യങ്ങൾ മുന്നോട്ട് തന്നെ കൊണ്ടുപോകാനുള്ള കഴിവുകൾ എല്ലാവർക്കും ഉണ്ടാകണം. അതാണ് പറയുന്നത് എല്ലാവരുടെയും ബേസിക് നീഡ്സ് നിറവേറ്റാൻ കഴിവുണ്ടാകണമെന്ന് പറയും. അതിനാണ് നമ്മൾ ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 നല്ല ലക്ഷ്യങ്ങളാണ് ഇന്ത്യയുടെ ഈ പറഞ്ഞ 5 ഇയർ പ്ലാൻ ഉള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ നിങ്ങൾക്കറിയാം 5 ഇയർ പ്ലാൻ എന്ത് ചെയ്തിട്ടുണ്ട്, 2017 നിർത്തലാക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, അവസാനമായിട്ട് ഇന്ത്യയിൽ നടന്ന 5 ഇയർ പ്ലാൻ ഏതായിരുന്നു? അത് ഈ വീഡിയോയുടെ തൊട്ട് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ ഇന്ത്യയുടെ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ നടപ്പിലാക്കിയ വർഷം ഏതാണെന്ന് കൂടി ഇന്ത്യ കമൻറ്റ് ചെയ്തേക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും. അതിന് മുൻപായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ടും കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഇവിടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അവിടേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുപോർട്ട്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.